Mm. ഓക്കെ. ഓക്കേടാ. അപ്പൊ നമ്മളിന്ന് എന്താ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പെരിഫറൽ വാസ്കുലർ ഡിസീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ലൈഡ് കാണാമല്ലോ എല്ലാവർക്കും. ഓക്കെ. അപ്പം പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഹിസ്റ്ററി എടുക്കും. പെരിഫറൽ വാസ്കുലർ ഡിസീസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ സെക്സും ഏജും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 45-year-old മെയിൽ ആണ് ഇന്ന് നമ്മുടെ കേസ്. ഇസ് എ മാനുവൽ ലേബറർ ഫ്രം ആഗ്ര, ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈസ് മാരീഡ്. അപ്പം ഇവരുടെ ചീഫ് കംപ്ലൈൻസ് ആയിട്ട് അദ്ദേഹത്തിനുള്ളത് പെയിൻ ഇൻ ദ റൈറ്റ് ലെഗ് ഫോർ 4 months ആൻഡ് ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഓഫ് റൈറ്റ് ഫുട്ടിന് 1 month. നമ്മൾ ടിപ്പിക്കൽ കേസാണ്. 4 months ആയിട്ട് പെയിൻ ഇൻ ലെഗും ഉണ്ട്, ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ റൈറ്റ് ഫുട്ട് ഫോർ 1 month. ഓക്കെ. അപ്പം നമ്മൾ ഇനി ഹിസ്റ്ററി ഇങ്ങനെ ഡീറ്റെയിൽ എടുക്കുക. പെയിനിനെ കുറിച്ച് പറയണം. ഫസ്റ്റ് പെയിൻ അല്ലേ. അപ്പോൾ പേഷ്യന്റിന് ഉണ്ടായിരുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ ആണ് ഇവർക്കുണ്ടാകുന്ന പെയിൻ. അപ്പോൾ അവരുടെ പെയിൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പേഷ്യന്റ് തന്നെ പറയാം ആദ്യമേ ക്രാംബിൾ ലൈക്ക് പെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന്. സോ ഹി സ്റ്റാർട്ടഡ് ടു ഹാവ് ക്രാംബ് ലൈക്ക് പെയിൻ ഇൻ ദ റൈറ്റ് ലോവർ limb, initially in the right calf region, after walking for around 1 kilometer, and it gets relieved from pain with taking rest. അപ്പം ഇങ്ങനെയാണ് ഇതിനൊരു ക്രാംബ് ലൈക്ക് പെയിൻ അവർ പറയുക. അപ്പോൾ ക്രാംബ് ലൈക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ വാക്കിംഗ് ഫോർ സം ഡിസ്റ്റൻസ്, then it is mostly at the calf region, and then after walking for some time the pain get increased and it makes the patient to take rest. അപ്പം ഇത് നമ്മൾ ബോയ്ഡ്സ് ഗ്രേഡ് 1 എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണിത്. then but still after taking the rest pain get relief and patient tries to walk on. അപ്പോൾ ഇവർ ടിപ്പിക്കലി ഇങ്ങനെ ഹിസ്റ്ററി പറയും 4 months ബാക്ക് ആയിട്ട്, അല്ലെങ്കിൽ നേരത്തെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പെയിനുകൾ ഇതിന് ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ എന്നാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇറ്റ്സ് എ ക്രാംബ് ലൈക്ക് പെയിൻ ഇൻ ദ ലോവർ limb, റൈറ്റ് ലോവർ limb, ലെഫ്റ്റ് ലോവർ limb, but it is more in the calf region, and it starts after walking for almost a kilometer. Then the patient will stop due to the pain. He will take some rest and later he will walk. And the pain is resolved. അപ്പോൾ ഇതായിരുന്നു ഇനിഷ്യൽ ഉണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഇവർക്ക് ഈ വാക്കിംഗ് ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസിനെ കുറിച്ച് എഴുതാം. ഇനിഷ്യലി യൂസ് ടു വാക്ക് ഫോർ 1 kilometer, നൗ ഇറ്റ് ഇസ് 200-300 മീറ്റർ. എന്നിട്ട് ഇപ്പം ബോയ്ഡ് സ്പീഡ് കൂടി. എന്നിട്ട് ഈ പെയിൻ ഈവൻ റെസ്റ്റ് എടുക്കും പോലും പോകത്തില്ലായിരുന്നു. അപ്പോൾ ഹി യൂസ് ടു ലിംബ് വിത്ത് പെയിൻ ഒരു വാക്ക് വിത്ത് പെയിൻ, അതാണ് ബോയ്ഡ്സ് ടു. എന്നിട്ട് ഈ യൂസ് ടു സിമിലർ എപ്പിസോഡ്സ് എവറി ഡേ. അത് അറ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ഡ്യൂ ടു സിവിയർ പെയിൻ ഈ വാസ് നോട്ട് ഏബിൾ ടു വാക്ക് അറ്റ് ഓൾ. അപ്പോൾ ബോയ്ഡ്സ് ഗ്രേഡ് 3 വരെ എത്തി. എന്നിട്ട് ഈ പെയിൻ ഈവൻ ഫുൾ ഡേയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ദ പെയിൻ കണ്ടിന്യൂസ് ടു നൈറ്റ് ആൾസോ. നൈറ്റിലും പെയിൻ വന്നു. അത് കാരണം ഹി ഹാസ് ഡിസ്റ്റർബൻസ് ഇൻ സ്ലീപ്പ് ആൻഡ് ഈസ് സ്റ്റോപ്ഡ് മൂവിങ് ഔട്ട് ഓഫ് ദ ഹൗസ് ഫോർ ദ ലാസ്റ്റ് 1 or 2 weeks. എന്നിട്ട് ഈ പെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് പെയിൻ അഗ്രവേറ്റ് ചെയ്യും. ആൻഡ് ഇസ് റിലീവ്ഡ് ബൈ ഹാങ്ങിങ് ഈസ് റൈറ്റ് ലെഗ് ബിലോ ദ ലെവൽ ഓഫ് ബ്ലഡ് ബെഡ് വിത്ത് പെയിൻ കില്ലേഴ്സ്. ഇതാണ് ടിപ്പിക്കൽ ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ പേഷ്യൻസിന്റെ പെയിൻ. POVD-യിലുള്ള മിക്ക പേഷ്യൻസിന് ഇങ്ങനെയായിരിക്കും പെയിൻ പറയാം. ഇനി ഹി ഓൾസോ നോട്ടീസ്ഡ് ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ റൈറ്റ് ഗ്രേറ്റോ 1 month ബാക്ക്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കാലിൽ ഡിസ്കളറേഷൻ വരും. അപ്പോൾ അവർ അത് ഇൻസിഡൻസ് ആയിരിക്കും ഒരു കോൺസെപ്റ്റ്. അവർ കറക്റ്റ് എക്സാക്ട് ഡേറ്റ് അവർ കരുതില്ല എന്ന് കണ്ടു എന്ന്. പക്ഷേ ആദ്യം അത് ഡിസ്റ്റൽ മോസ്റ്റ് എസ്റ്റിമേറ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺ ടിപ്പ് ആൻഡ് അപ്പർ ആസ്പെക്ട് ആൻഡ് ഗ്രാജുവലി ഇൻവോൾവ് ദ എൻറ്റയർ ടോ. ഇനി ബ്ലാക്കനിങ് ഉണ്ടായിരുന്നത് എവിടെ ആയിരുന്നു പറയണം? ടോയിലായിരുന്നു പറയണം. ആ ടോയിൽ ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ഹി യൂസ് ടു ഹാവ് ടിംഗ്ലിംഗ് ബേണിംഗ് സെൻസേഷൻ ദ റൈറ്റ് ടോ വിത്തൗട്ട് എനി ഹിസ്റ്ററി ഓഫ് ട്രോമ. അപ്പോൾ ചുറ്റുപാടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സെൻസേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കാണാം. എന്നിട്ട് ഇത് പതുക്കെ പതുക്കെ പെയിനും ഈ കളർ ഡിസ്കളറേഷൻ ഈ ടിംഗ്ലിംഗ് സെൻസേഷനും ഒക്കെ പ്രോഗ്രസ് ചെയ്തു. എന്നിട്ട് അതേ സമയം തന്നെ ബാക്കി 4 ടോകളും പതുക്കെ പെയ്യെ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടായി. ഓക്കെ. ആൻഡ് ലാസ്റ്റ് 10 days ഓൾ ദ 4 toes ബിക്കം ബ്ലാക്ക് ഡിസ്കളേർഡ് ഫ്രം സെക്കൻഡ് ടു ഫിഫ്ത്ത് ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രഷൻ നമ്മൾ ടെമ്പറൽ പ്രോഗ്രഷൻ എന്ന് പറയത്തില്ലേ, ഈ രണ്ട് സിംറ്റംസേ ഉള്ളെങ്കിലും അത് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പേഷ്യൻ്റ് ഇങ്ങനെ തന്നെ പറയുകയും ചെയ്യും. ഓക്കെ. ഓക്കെ. ഇത് രണ്ട് സിംറ്റംസ്. ഈ രണ്ട് സിംറ്റംസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ പെയിൻ, അത് ബോയ്സ് ഗ്രേഡ് 1 to 3 വെച്ച് വരും. ലാസ്റ്റ് റെസ്റ്റ് പെയിനും ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ഡിസ്കളറേഷൻ റൈറ്റ് ഗ്രേഡ്. അത് ഏത് ടോയിലുണ്ട് ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നത്. മനസ്സിലാവും. ഇതെല്ലാം ടിപ്പിക്കൽ സിംറ്റംസ്. ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ, പേഷ്യൻ്റ് ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. നിങ്ങൾ ഇത് തന്നെ ഫിക്സ് ചെയ്യാൻ പാടില്ല ഈ മെഡിക്കൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാലിലുണ്ട്. അപ്പം നമ്മൾ സിമിലർ പെയിൻ അപ്പുറത്തെ കാലിൽ നമ്മൾ ചോദിക്കണം. മറിച്ചാണ് ബൈലാറ്ററാലിറ്റി ചോദിക്കണം. എന്നിട്ട് സെയിം കാലിൽ തന്നെ ലോവർ ലിംബിലല്ലേ ഉള്ളൂ, അപ്പർ ലിംബ് തൈയിലുണ്ടോ അതോ ഗ്ലൂട്ടർ റീജിയനിലുണ്ടോ അതോ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇമ്പോർട്ടൻസ് വേണം. ഇറ്റ് ഫുൾ സിംപ്റ്റം.
റൂട്ട് റീജിയനകത്ത് ഇതിനകത്ത് ജംഗ്ഷനിലെ ബൈഫർക്കേഷനകത്ത് ത്രോംബസ് വരുമ്പോഴാണ് ലെഫ്റ്റ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതിനെ കൂടി ഹിസ്റ്ററി ചോദിക്കണം. ഇനി നമ്മൾ നോ ഹിസ്റ്ററി ഓഫ് പെയിൻ ഓൺ ഫസ്റ്റ്, കുറച്ച് നെഗറ്റീവ് ഹിസ്റ്ററി ചോദിക്കും. ഫസ്റ്റ് സ്റ്റെപ്പിൽ പെയിൻ എപ്പോഴും വരുന്നില്ല, ഓസ്റ്റിയോആർത്രൈറ്റിസ് ഒക്കെ വരുന്നത്, അത് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ പെയിനിന്റെ പോസ്റ്ററൽ വേരിയേഷൻ, ചില ആൾക്കാർക്ക് സ്കിമനിങ് ആകുമ്പോഴായിരിക്കും പെയിൻ. അതാണ് അത് വെരിക്കോസ് വെയിൻ ഒക്കെ നമ്മൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു തൈറോയിഡിൽ വേരിയേഷൻ, പോസ്റ്ററൽ വേരിയേഷൻ, വെരിക്കോസ് എന്ന് പറയാം. പെയിന്റിംഗ് ട്രാൻസിറ്റ് ആക്കും. അപ്പോൾ ഓൾറെഡി കാലിൽ ഒരു വാസ്കുലർ ഡിസീസ് ഉണ്ടെങ്കിൽ ഈ മൈറ്റ് ബി ഹാവിംഗ് സിസ്റ്റമിക് ഡിസീസ് അതർ ഓഫ് ദ വെസൽസ് ആൾസോ. അതുകൊണ്ട് നമ്മൾ പെയിന്റിംഗ് ട്രാൻസിറ്റ് ആക്കും, അപ്പോൾ ക്ലീനിങ് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ അക്യൂട്ട് വാസ്കുലർ ഇവന്റ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് റൂൾ ആയിരുന്നു, TIA റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ചെസ്റ്റിൽ വരാമല്ലോ, അപ്പോൾ ചെസ്റ്റ് പെയിൻ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെസ്റ്റ് പെയിൻ അബ്ഡമൻ ജനിക്കിന്റെ അബ്ഡമൻ ഉണ്ടായിരുന്നു. നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ. ബ്ലറിംഗ് ഓഫ് വിഷൻ, ഒളിഗോറിയ. ബ്ലറിംഗ് ഓഫ് വിഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വയ്ക്കും. അല്ല TIA. ഒളിഗോറിയ എന്ന് വെച്ചാൽ ഡിസീസിനകത്ത് വരാമല്ലോ, റീനൽ ആർട്ടറീസിനകത്ത്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒറ്റ കൺസെപ്റ്റാണ്. എല്ലാത്തിലും ആർട്ടീരിയൽ നാരോയിങ് ഉണ്ടോ അല്ലെങ്കിൽ ക്രോമസോം ചോദിക്കുന്നത്. പിന്നെ അപ്പർ ലിമ്പിൽ സിംറ്റംസ് ചോദിക്കും. ലോവർ ലിമ്പിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കണം, ഒരേ കാലിൽ നിന്ന് കൈയും നോക്കണം, അപ്പർ ലിമ്പും നോക്കണം. മനസ്സിലായോ? പറഞ്ഞാൽ ഈ പേഷ്യന്റ് എന്തെങ്കിലും വാസ്കുലൈറ്റിസ് ഉണ്ട് റൂൾ ഔട്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സും പെരിഫറൽ ആർട്ടറി ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഒരു ഭയങ്കര സിമ്പിൾ ഹിസ്റ്ററിയാണ്. പെയിൻ, ക്രോണിക് പെയിൻ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി പേഷ്യന്റിന് ഇഫ് ദർ അഗ്രീനൽ ചേഞ്ചസ് അതും കൂടെ എഴുതണം. ഫാസ്റ്റ് ഹിസ്റ്ററിയിൽ പേഷ്യന്റിന് മെഡിക്കേഷൻ ഇവിടെ പോസിറ്റീവ് ഡയബറ്റീസ് ഹൈപ്പർടെൻഷനും സിഗ്നിഫിക്കൻ്റ് ആണ്. പേഴ്സണൽ ഹിസ്റ്ററി ഏറ്റവും മോഡേൺ സ്മോക്കിംഗ് ആണ്. അപ്പോൾ സ്മോക്കർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കുറെ ഈ മോഡേൺ മെയിൽ പേഷ്യൻ്റ് ആയിരുന്നു, ഓൾഡ് ഏജ് ആയിരുന്നു, സ്മോക്കർ ആണ്, ഡയബറ്റിക് ആണ്, ഹൈപ്പർടെൻസീവ് ആണ്. സ്മോക്കർ 25 ഇയേഴ്സ് 10 സിഗരറ്റ്സ് വെച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. 25 ഇയേഴ്സ് 10 സിഗരറ്റ്സ് വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പാക്ക് ഇയേഴ്സും കാൽക്കുലേറ്റ് ചെയ്യുക, സ്മോക്കിംഗ് ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം സ്മോക്കിംഗ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സ്മോക്കിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മുടെ നമ്പർ ഓഫ് സിഗരറ്റ്സ് സ്മോക്ക്ഡ് പെർ ഡേ ഇൻറ്റു ഇയർ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരു ദിവസം 10 സിഗരറ്റ് ആണ്, 10 × 25, അതാണ് 250, അതാണ് സ്മോക്കിംഗ് ഇൻഡെക്സ്. ഇനി പാക്ക് കേസ് നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ 20 സിഗരറ്റ്, ഒരു പാക്ക് 20 സിഗരറ്റ് ആണ്. ഒരു ദിവസം നമ്മൾ 20 സിഗരറ്റ് ഡെയിലി എത്ര വർഷം യൂസ് ചെയ്യുന്നു, അതാണ് നമ്മുടെ പാക്ക് കേസ്. അപ്പം നമ്മൾ 20 സിഗരറ്റ് വെച്ച് ഒരു വർഷം യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പാക്കർ മൊത്തം ഡെയിലി വെച്ചാൽ എത്ര ആയിരിക്കും, ഒരു പാക്കർ ആയിരിക്കും. പക്ഷെ ഒരു പേഷ്യന്റ് 10 സിഗരറ്റ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. 10 സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ഹാഫ് പാക്കർ ആവുന്നുള്ളൂ. പക്ഷെ 10 സിഗരറ്റ് 2 വർഷം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 1 പാക്കർ. മനസ്സിലായോ? അത് 20 സിഗരറ്റ്സ് 1 ഇയർ യൂസ് ചെയ്താൽ മാത്രമേ പെർ ഡേ യൂസ് ചെയ്താൽ മാത്രമേ ഒരു പാക്കർ ആവത്തുള്ളൂ. സ്മോക്കിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിഗരറ്റ്സ് സ്മോക്ക്ഡ് പെർ ഡേ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, ഉള്ളൂ റാൻഡം. 20 to 30 സ്മോക്ക് ഇയേഴ്സ് ഒക്കെ പാക്ക് ഇയേഴ്സ് ഒക്കെ പറഞ്ഞാൽ ഹൈലി മലിനൻ റിസ്ക് കൂടുതലാണ്. മലിനൻസിയിൽ റിസ്ക് കൂടുതലാണ്, POVD റിസ്ക് കൂടുതലാണ്. അപ്പോൾ മോർ ദ സ്മോക്കിംഗ് ഇൻഡെക്സ് ഓർ മോർ ദ പാക്കേജ് മോർ ദ റിസ്ക് ഫോർ അതർ എംബോളിസം ഓർ ദ ത്രോംബോട്ടിക് ഫീച്ചേഴ്സ് ആൻഡ് മാലിനൻസി. അതുകൊണ്ടാണ് പാക്കേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൽക്കഹോളിസം ഉണ്ടാവും, ഒരു കൺഫോണ്ടിങ് ഫാക്ടർ ആയിട്ടുള്ളൂ. സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് റൂട്ട് ഇൽനെസ്, ബവൽ ആൻഡ് ബ്ലഡർ ഹാബിറ്റ്സ് ആകുമ്പോൾ കംപ്ലീറ്റ്ലി വാക്സിനേറ്റഡ്. ഒന്നും അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഫാമിലി ഹിസ്റ്ററിയിൽ സിമിലർ ഇൽനെസ് ഇൻ സിബ്ലിങ്സ്, പേരൻസ്, ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഒക്കെ. അപ്പോൾ നമ്മുടെ സമ്മറി എന്താ? 45-year-old gentleman, ഡെയിലി വേജ് ലേബറാണ്, ഡയബറ്റിക് ആൻഡ് ഹൈപ്പർടെൻസീവ് ആൻഡ് ഇറഗുലർ ട്രീറ്റ്മെന്റ് വിത്ത് സ്മോക്കിംഗ്, ക്രോണിക് ആൻഡ് ഒക്കേഷണൽ ആൽക്കഹോളിസം, പ്രസൻസ് വിത്ത് complaints of intermittent claudication pain in the right lower limb below the knee region for 4 months with progressive rest pain currently and with a brackish discoloration of the distal right forefoot, including all 5 toes for last 1 month without any history of trauma, other limbs or system involvement without any significant past and family history. മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മുടെ ഹിസ്റ്ററി. അപ്പം ഇത് വെച്ച് ഡയഗ്നോസിസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഈ കേസിന്റെ ഡയഗ്നോസിസ് എല്ലാവർക്കും മനസ്സിലായി കേട്ടോ, എന്നാലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഇങ്ങനൊരു കേസ് നിങ്ങൾ എടുത്ത് നിങ്ങൾ എന്തായിരിക്കും പറയാം? വാട്ട് ഇസ് ദ ഡയഗ്നോസിസ്?
പറ പറ. പി ഒ വി ഡി അല്ലേ, പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ ഡിസീസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് എഴുതുന്നത് പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ ഡിസീസ് മോസ്റ്റ്ലി ഓഫ് അർട്ടീരിയൽ ഒറിജിൻ, അത് പറയണം. അപ്പം നമുക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് നമുക്ക് രണ്ടെണ്ണമേ മെയിനായിട്ട് പറയാനുള്ളൂ. ഒന്ന് അതറോസ്ക്ലറോസിസും, രണ്ട് ബ്യൂഗോസ് ഡിസീസും. അത് രണ്ടുമാണ് നമ്മളോട് ഹിസ്റ്ററി വെക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വെക്കുന്നത്. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിനകത്ത് അതറോസ്ക്ലറോസിസും വെക്കാം, ബ്യൂഗോസ് ഡിസീസും. കോമ്പോഡിറ്റീസ് ആയിട്ട് ഡയബറ്റീസും ഉണ്ട്. അത്രേ ഉള്ളൂ. ഇത് വെരിക്കോസ് വെയിൻ ആയിട്ടൊന്നും ആർക്കും തോന്നുന്നില്ലല്ലോ. അങ്ങനെയൊന്നും മണ്ടത്തരം കാണിച്ചു വെക്കരുത്. ഇത് ടിപ്പിക്കൽ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിന്റെ ഹിസ്റ്ററിയാണ്. വെരിക്കോസ് വെയിനിലെ സിംറ്റംസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈവനിങ് ആകുമ്പോഴത്തേക്ക് കാലിനകത്ത് വെയിൻസ് സ്വെല്ലനായി വരും, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇപ്പം കാലിൽ എന്തുണ്ട്, ഡ്രൈ ഗാംഗ്രീൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹിസ്റ്ററി ഫ്രം ദ ക്ലിനിക്കൽ എക്സാം. ഇത് ഫ്രം ദ ക്ലിനിക്കൽ സിംറ്റംസ് അതാണ്. അപ്പോൾ നമ്മൾ 4 ഡിഫറൻഷ്യൽ ഡയഗ്നോസ് പറഞ്ഞാൽ നമ്മൾ പെരിഫറൽ വാസ്കുലർ ഡിസീസ് പറയാം, ഇത് റൈറ്റ് ഫുട്ട് ഗാംഗ്രീൻ. പെരിഫറൽ ഒക്ലൂസീവ് ആർട്ടീരിയൽ ഡിസീസ് പറയാം, ഡയബറ്റിക് ഫുട്ട് വാസ്കുലൈറ്റിസ്. ഇത്രയാണ് നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററീസ്. ഓക്കെ. എക്സാമിനേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ വെൽഡ് റൂമിലായിരിക്കണം, ഇൻഫോംഡ് കൺസെൻറ്റ്, മെയിൽ അറ്റൻഡർ കൂടെ കാണണം, കോൺഷ്യസ് കോപ്പറേറ്റീവ് അലേർട്ടാണ്, കംഫർട്ട് ഓഫ് ദ ലെഗ്സ് ഹാങ്ങിങ് ഡൗൺ ബിലോ ദ ലെവൽ ഓഫ് ബെഡ്, ലെഗ് ഓൾസോ എക്സാമിന് സുപ്പൈൻ പൊസിഷൻ. BMI ഇമ്പോർട്ടൻ്റ് ആണ്. BMI 22.5 ആണ്, ഇപ്പോൾ നോർമൽ BMI ആണ്. ഹൈഡ്രേഷൻ മെയിൻറ്റൈൻഡ് ആണ്, നോ പിക്കിൾ. പേഷ്യൻ്റ് ആസ് ലിംപിംഗ് ഗേറ്റ്, ഇത് റെസ്പെക്ട് റൈറ്റ് ലോവർ ലിംബ്. കാലി വേദന ലിംപ് ചെയ്തിട്ട് നടക്കുന്നത്. കണ്ണോസ്കി സ്കെയിൽ 70. ഞാൻ നേരത്തെ ഇന്നലെയും പറഞ്ഞല്ലോ, കർണോസ്കി 70 എന്ന് പറഞ്ഞാൽ ഈ കെയർ ഫോർ സെൽഫ് ബട്ട് അൺഎബിൾ ടു കെയർ നോർമൽ ആക്ടിവിറ്റീസ് ഓർ ഡൂസ് ആക്റ്റീവ് വർക്ക്. അപ്പോൾ കർണോസ്കി എപ്പോഴും പറയണം. മലിഗ്നൻസി ആണ് ഈകോക് സ്കോർ പറഞ്ഞിരിക്കാം. വൈറ്റൽസ് പൾസ് റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം POVD പൾസ് എക്സാമിനേഷൻ എല്ലാം നോക്കും. അപ്പം പൾസ് റേറ്റ് 90/മിനിറ്റ്, റൈറ്റ് റേഡിയൽ ആർട്ടറി, നോർമൽ വോളിയം ആൻഡ് ക്യാരക്ടർ, റിതം റെഗുലർ ആണ്. റേഡിയോ ഡിലേയും റേഡിയോ ഫെമർ ഡിലേ ഒന്നുമില്ല. നോ വെസൽ വാൾ തിക്കനിങ് പാൽപ്പബിൾ. അതറോസ്ക്ലോറോസിസ് പേഷ്യൻസിൽ നോർമലി വെസൽ വാൾ തിക്കനിങ് കിട്ടും. അപ്പോൾ സൂക്ഷിച്ച് എഴുതണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇല്ലെന്ന് ഇല്ലെന്ന് എഴുതണം. ഇനി BP നോക്കുമ്പോഴത്തേക്ക് 140/90, റൈറ്റ് ആം സുപ്പൈൻ പൊസിഷൻ. റെസ്പിറേറ്ററിയിൽ 40 സൈക്കിൾസ് പെർ മിനിറ്റ്. അബ്ഡോമിനോ thoracic നീച്ച് റെഗുലർ റിതം. ആൻഡ് യുവർ സഫെബ്രൈൽ. ഡീറ്റെയിൽ പൾസ് എക്സാമിനേഷൻ നമ്മൾ ലാസ്റ്റിൽ എഴുതണമെന്ന് മെൻഷൻ കൂടെ ചെയ്യണം. അപ്പോൾ വൈറ്റൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ പൾസ് എക്സാമിനേഷൻ കൂടെ വേണം എന്ന് എഴുതണം. ഇനി അബ്ഡോമൻ എക്സാമിനേഷൻ ഓഫ് ലോവർ ലിംസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ ഈ POVD ലോവർ ലിംബ് എക്സാമിനേഷനാണ്. അത് ഇൻസ്പെക്ഷനും പാൽപേഷനും പൾസും ആണ്, 3 കാര്യങ്ങൾ. അപ്പോൾ പേഷ്യൻറ്റിന് നമ്മൾ എല്ലാ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യണം. പേഷ്യൻ്റ് ആദ്യം ബെഡിൽ ലൈ ഡൗൺ ആയിരിക്കും. ബോത്ത് ഹിപ്പ് ആൻഡ് ജോയിൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുമായിരിക്കും. ആൻറ്റീരിയർ സുപ്പീരിയർ സ്പൈൻ്റെ ടിപ്പ് ഓഫ് ദ ടോസ് നമ്മൾ എക്സ്പോസ് ചെയ്യും. ലിംസ് ഒന്നും ഷോർട്ടനിങ് കാണത്തില്ല, ഡിഫോമിറ്റി ഒന്നുമില്ല. ലെഫ്റ്റ് ലോവർ ലിംബ് അതേപോലെ എക്സാമിൻ ചെയ്യും. അപ്പോഴത്തേക്ക് നോർമൽ ഷേപ്പ് ആയിരുന്നു ലെഫ്റ്റ് ലോവർ ലിംബ്. ആദ്യം നമ്മൾ എഴുതണം ലെഫ്റ്റ് ലോവർ ലിംബ് എങ്ങനെ നോർമൽ ഷേപ്പ് ആയിരുന്നു, മസിൽ വേസ്റ്റിംഗ് ഉണ്ടോ എല്ലാം എഴുതണം. ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടോ, ടെൻഡർനെസ് ഉണ്ടോ, നോർമൽ ബോഡി ടെമ്പറേച്ചർ ആണെന്നൊക്കെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് ലെഗ് നോർമലാന്ന് എഴുതിയിട്ട് വേണം. നിങ്ങൾ ഇത്ര ഒന്നും ഇല്ല, ഫസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓപ്പോസിറ്റ് ലിംബ് നോർമലാന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡ് ലിംബ്. ഇപ്പോൾ എക്സാമിനേഷൻ ഓഫ് റൈറ്റ് ലോവർ ലിംബ്. ഇപ്പോൾ എങ്ങനെ എക്സാമിനേഷൻ റൈറ്റ് ലോവർ ലിംബിൽ വരുന്നത്? ആറ്റിറ്റ്യൂഡിനകത്ത് വരുമ്പോൾ എന്താ വരിക? ആ, leg is hanging down, നമ്മുടെ കാല് തൂക്കിയിട്ടേക്കാണ്. There is blackening of all the 5 toes of the right forefoot, presenting extending to both the dorsal and ventral aspect and web spaces with a well formed line of demarcation. ഇതാണ് ലൈൻ ഓഫ് ഡിമാർക്കേഷൻ. ഗാംഗ്രീനസ് നോർമൽ ടിഷ്യൂ തമ്മിലുള്ളതാണ് ലൈൻ ഓഫ് ഡിമാർക്കേഷൻ. മനസ്സിലായോ? എന്നിട്ട് ദിറ്റ് ഇസ് എ ബ്ലാക്ക് മമ്മിഫൈഡ് shriveled appearance of all the 5 toes. Okay, and the nails are brittle. Surrounding skin shows hyperemia, and there is also thickened veins there. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ബ്ലാക്കനിങ് ഓഫ് ഓൾ 5 toes, there is line of demarcation. Then affected toes are deformed with brittle nails, dried mummified, loss of convexity, pulp of toes. No ulcer or wound noted in both dorsum and plantar. Ulcer ഒന്നും ഇവിടെ കാണുന്നില്ല. Skin below the right knee is thinned. ഉണ്ടോ? Skin is thinned and shares the loss of subcutaneous fatty, loss of hair, the mild pedal edema. Calf is thinner than the opposite side. Thigh appears normal. Bugos angular circulatory insufficiency, not tested as already gangrene. അപ്പോൾ ഗാംഗ്രീൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ നമ്മൾ കാല് കുറച്ചിങ്ങനെ പൊക്കുമ്പോഴേ ഒരു കാലിൽ പെയിൻ അനുഭവപ്പെടും. അതാണ് ബ്യൂഗോസ് ആംഗിൾ. അപ്പം അത് നമുക്കൊരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തിയറട്ടിക്കൽ പോയിന്റ്. പിന്നെ വെയിൻസ് എല്ലാം കുറച്ച് തിക്കല്ലേ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വെയിൻസ് കുറച്ച് തിക്ക്, വെയിൻസിനെയും കൂടെ അഫക്ട് ചെയ്യുന്നുണ്ട്. എന്തൊരു ഡിസീസാണ് പേഷ്യൻറ്റിനുള്ളത്? പാൽപേറ്റ്. റൈറ്റ് ലെഗ് ഈസ് കോൾഡ് കമ്പയർ ടു ദ ലെഫ്റ്റ് ലെഗ്. റൈറ്റ് ലെഗ് ഉണ്ടോ ഭയങ്കര തറപ്പിടിക്കുമായിരിക്കും, നമ്മൾ പാൽപേറ്റ് ഭയങ്കര ഓപ്പോസിറ്റ് ലെഗിനൊക്കെ കാരണം ഇവരുടെ ബ്ലഡ് നല്ല കുറവാണ്. ഓക്കെ. Triganglion control. This is called triganglion. The triganglion is the right distal forward, including all five toes, bending to the dorsal and ventral aspect, and where places with a well-formed and demarcation at the level of the base of foot. Affected toes are dried, mummified, swelled. ഇതൊക്കെയാണ് ഡിസ്ചാർജ് ഒന്നും ഇല്ല. എന്നിട്ട് ഇവിടെ തൊട്ടുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും, ഹൈപ്പറസേഷൻ, അങ്ങനത്തെ ലൈൻ ഡിമാർക്കേഷൻ. സ്കാപ്പുലറി ഫില്ലിംഗ് ടൈം
കൂടുതലായിരിക്കും. പിന്നെ കീഴിലൊക്കെ നോക്കുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ ബ്ലഡ് വരുന്നില്ല. ഓൾറെഡി ഗൈഡിനെ നമുക്ക് അറിയാം ഡിസീസ് ഉണ്ടെന്ന് അറിയാം. Below the limit, take down wasting water. രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉള്ളൂ. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, പിന്നെ ഇപ്പുറത്തേക്ക് സറൗണ്ടിങ് എഫക്ഷൻ നോക്കണം, ടാബ്ലറ്റ് നോക്കണം. പിന്നെ വെയിൻസിന്റെ ഫ്രാക്ചറും ലോസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, ഹെയർ ബ്രിട്ടിൽ ചേഞ്ചസ് ഒക്കെ എഴുതണം. പ്രീ ഗാംഗ്രീന പറയുന്നത് പൾസ് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ടേബിൾ വരച്ചു അതിനുള്ള പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു പടം വരച്ചു ഫെമറൽ പൾസ് വന്നിട്ട് ഫെമറൽ ആർട്ടറി വന്നിട്ട് പൊപ്പിലിറ്റൽ ആർട്ടറിയെ ആന്റിലെറ്റിബില് പോസ്റ്റലെറ്റിബില് ആന്റിലെറ്റിബിലിന് അടിയിൽ ഡോർസാലിസ് പെരിസ് പോസ്റ്റലെറ്റിബിലിന് എവിടെ താഴെ വന്നിട്ട് എന്താ പോസ്റ്റലെറ്റിബിലിന്റെ പൾസ്. അപ്പൊ ഇങ്ങനെ ഒരു കാലിൽ വരച്ച് വെച്ചെങ്കിൽ നല്ലതാണ്. നമ്മൾ എന്തൊക്കെ നോക്കും? ഡോർസാലിസ് പെരിസ് നോക്കും. റൈറ്റ് സൈഡ് ഡോർസാലിസ് ആബ്സെന്റ് ആണ്, ആന്റിലെറ്റിബിൽ ആബ്സെന്റ് ആണ്, പോസ്റ്റലെറ്റിബിൽ ആബ്സെന്റ് ആണ്, പൊപ്പിളിറ്റ് പ്രസന്റ്. അപ്പൊ അതിനർത്ഥം എന്താ? ദിസ് ഈസ് എൻ ഇൻഫ്രാ പൊപ്പിലേറ്റഡ് ഡിസീസ് എന്നാണ് പറഞ്ഞത് ഈ പേഷ്യന്റ്. എല്ലാ റൈറ്റ് സൈഡിൽ ലെഫ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, ഫുൾസിന് സെബിൾ അതിന്റെ കുറച്ച് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ആ സമയത്ത് റേഡിയയിലും ബ്രാക്കിലും നോക്കണം. പിന്നെ കഷത്തെ ആക്സിലൊക്കെ നോക്കണം, കരുത്തിന് സപ്ലൈ നോക്കണം. ഈ ഒരു പൾസ് ഇത്രയും കാര്യം കിട്ടും. അവർ ചോദിക്കുന്ന സമയത്ത് ഓരോ പൾസും ഏത് ബോണിന് അഗേൻസ്റ്റ് ആയിട്ടാണ് എക്സാമിൻ ചെയ്യുന്നത്. റോസാലിസ് അറിയാമല്ലോ, നാവിക്കാർ ബോണിന് അഗേൻസ്റ്റ് ആയിട്ടാണ് എക്സാമിൻ ചെയ്യുന്നത്. സെൻസർ ഹാൽസ് ലോങ്ങസ്റ്റ് അഗേൻസ്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഓരോരോ സാധനം ആന്റി പാർട്ട് ഓഫ് ഇന്ത്യയിലെ എക്സാമിൻ ചെയ്യുന്നത് പോസ്റ്റ് എക്സാമിൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ത്യയുടെ അവിടെയാണ്. അവിടെ ഏത് സെന്ററാണ് സെൻസർ അഗേൻസ്റ്റ് ആയിട്ട് അല്ല സെൻസർ. അവിടെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് പൾസ് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ മീഡിയൽ ആസ്പെക്ട് ഓഫ് ലെഗിലാണ്. നമ്മൾ മീഡിയൽ മലയോളസിന്റെ പിന്നെ നമ്മുടെ അക്കിലിസ് ടെൻഡന്റെ മീഡിയൽ സ്ഥലത്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പോസിറ്റീവ്. അപ്പോൾ ഓരോരോ പൾസ് എവിടെ പൊപ്പിലേറ്റഡ് ആർട്ടറിയുടെ നോക്കാൻ എവിടെ പൊപ്പിലേറ്റഡ് ഫോർസിൽ അത് മുമ്പിൽ നിന്ന് നോക്കാം, പുറകിൽ നിന്ന് ആന്റിയിൽ നോക്കാം, പോസിറ്റീവ് നോക്കാം. ആന്റിയിൽ നോക്കാം പോസ്റ്റിലാണ് കാലക്കറക്റ്റ് 90 ഡിഗ്രി തിരിച്ചിട്ട്. അപ്പൊ ഇതെല്ലാം ജസ്റ്റ് പൾസ് എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പോസ്റ്റർ ഇട്ടുതരാം. അതുകൊണ്ട് ഇവിടെ റേഡിയൽ പൾസ് എല്ലാവർക്കും അറിയാം, ബാക്കിൽ നോക്കാൻ അറിയാം, ആക്സിൽ നോക്കാം. അപ്പോൾ ഇത്രയുള്ള എക്സാമിനേഷൻ ജസ്റ്റ് പൾസ് എക്സാമിൻ നോക്കിയും മിസ്സാകാതെ ഇങ്ങനെ ടേബിൾ പോലെ വരച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഇത്തരമുള്ളവർക്കും പിഒബിഡി കേസിനും കാര്യമില്ല. ഭയങ്കര ലോജിക്കല്ലേ? ഡോർസാലിസ് ആന്റിലിറ്റി പോസിറ്റിവിറ്റി നിങ്ങൾ പൾസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ പേഷ്യന്റിന്റെ ഡിസീസ് പൊപ്പുലേറ്റ് ഏതാ ഡിസീസ് പൊപ്പുലേറ്റ് താഴെയാണ് ക്വസ്റ്റ്യൻ മനസ്സിലായി. പൊപ്പുലേറ്റ് ബ്ലഡ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പത്തോളജി അവിടെ ആണെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ലോക്കലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ അതിന്റെ കൂടെ ജോയിന്റ് മൂവ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കണം, മോട്ടോർ സിസ്റ്റം നോക്കാം, ബൾബ് നോക്കാം, മസിൽസ് കുറിച്ച് മെഷർ ചെയ്യാൻ ടേപ്പ്. പിന്നെ അതിന്റെ ഹോസ്പിറ്റലിൽ പോയിട്ടോ നമ്മുടെ ഇവിടെ ലിംഫാറ്റിക് സിസ്റ്റം എല്ലാ ലിഫ് നോട്ട്സിലുണ്ടാകും. ലിഫ് നോഡ് എല്ലാതെ കഴിഞ്ഞ് പെരിഫറൽ ആർട്ടറി ഉണ്ടാക്കാം പ്രശ്നക്കാർ. സിസ്റ്റമിക്കിൽ കാർഡിയോവാസ്കുലർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മർമർ ഉണ്ടെന്നില്ല സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം PMS അബ്ഡോമിനൽ നോർമൽ മൾട്ടി സിസ്റ്റം ഡിസീസ് വരെ അവർക്കെല്ലാം റോഡിയും മർമറും ഒക്കെ വരാം. ഏറ്റവും എന്താ 45 ആൽക്കഹോളിക് ക്ലോറിഫിക്കേഷൻ progressively rest free and black situation right for food of including about 4 in the last 1 month without any other significant other than diabetes. On examination, back again of type of food including all factors. However, let them well from the all around the level of base that of the rest of the intrapopular pain. On trial level, anti-table positive and normal level. Distortion of the right band right confirmation. Right matters of right bulk carb ട്രൈ ഗാംഗ്രീൻ എക്സാമിൻ ചെയ്തു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ? എന്നിട്ട് സൈൻസ് ഓഫ് സറൗണ്ടിങ് ഇസ്കീമിയ ഉണ്ടെന്ന് പറഞ്ഞു, ഹൈപ്പർസേഷ്യ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പൾസ് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പൾസ് ഏതൊക്കെ ആർട്ടറിയിൽ കിട്ടും, എവിടം വരെ കുറഞ്ഞു കിട്ടുന്നു മനസ്സിലായി. ഇതൊരു ഇൻഫ്രാ പോപ്പുലേറ്റഡ് ഡിസീസ് നമ്മുടെ മനസ്സിലായി. പിന്നെ റൈറ്റ് കാലിനകത്തുള്ള മസിൽസ് ഒക്കെ വെയിറ്റഡ് ആണ്. റൈറ്റ് മെറ്ററസ് വലത് ജോയിന്റ് മൂവ്മെന്റിനും പോയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള നോർമൽ അല്ലെങ്കിൽ സിമ്പിൾ കേസ്. ഡയഗ്നോസിസ് എന്തായിരിക്കും? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ ഡയഗ്നോസിസ് എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞ ഡയഗ്നോസിസ് ഒന്നും കൂടെ പറയാമോ? നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹലോ, മക്കളെ, ഹലോ. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. പേടിക്കണ്ട, പറ. എന്താ ഡയഗ്നോസിസ് എന്താണോ? പെരിഫറൽ ഓക്ലൂസീവ് ആർട്ടറി ഡിസീസ് ഞാൻ പറഞ്ഞില്ലേ, പെരിഫറൽ വാസ്കുലർ ഡിസീസ് ആണ് ഡയഗ്നോസ്. അപ്പൊ പക്ഷേ ഇവിടെ നമ്മൾ പെരിഫറൽ ആർട്ടറി ഡിസീസിനകത്ത് പെരിഫറൽ വാസ്കുലർ ഡിസീസ് റൈറ്റ് ലോവർ ലിംബാണ് ഡിസീസ് ആയിട്ട് പറയുന്നത്. പേഷ്യന്റിന്റെ ഇപ്പൊ ലിംബും വെർട്ടിക്കൽ ലിംബ് ഇസ്കീമിയയിലാണ് നമ്മുടെ കാല്. എന്നിട്ട് ഗാംഗ്രീൻ, ഡ്രൈ ഗാംഗ്രീൻ ഉണ്ട് റൈറ്റ് ഫോർ ഫുട്ടിൽ. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കോമോഡിറ്റി ടു ത്രോംബോ ആൻജിന് ത്രോംബോളിസിസ്. അപ്പൊ TA ആണ് ഇവിടെ നമ്മുടെ ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത്. ഇതേ പേഷ്യന്റിന് എന്ത് വരായിരുന്നു, ഈ പൊപ്പളിറ്റൽ ആർട്ടറിക്ക് മുകളിലോട്ട് ഒക്ലൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് വെസൽ ഡിസീസ് ആയിരുന്നു, നമ്മൾ അതോസ്ക്ലോസിസ് പറഞ്ഞത്. പക്ഷേ ഈ പേഷ്യന്റിന് ഒരു ഇൻഫ്രാ പൊപ്പുലേറ്റ് ഡിസീസ് വന്ന് മെയിലാണ്, യങ് മെയിലാണ്, 45 മെയിലാണ്, സ്മോക്കിംഗ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പറയുന്നത് വിത്ത് നമ്മൾ തിക്ക് വെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ബോത്ത് ആർട്ടറി ആൻഡ് വെയിൻ ഇൻ ദ ഇൻഫ്രാ പൊപ്പുലേറ്റ് റീജിയൻ. അത് TAO ആണ് അവർക്ക്. മനസ്സിലായി? ഡൗട്ട് വല്ലതും ഉണ്ടോ ഈ കേസിൽ? ഇത് അതറോസ്ക്ലോറോസിസ് ആയിരുന്നെങ്കിൽ സെയിം ഹിസ്റ്ററി എല്ലാം വന്നതിന് ആകെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇത്ര എന്തോ ഡയബറ്റിക്കും ഈ സ്മോക്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും പേഷ്യൻ്റെ സിംറ്റംസ് കുറച്ചുകൂടെ അപ്പർ ആർട്ടറീസിൽ, അതായത് ബിഗ് ആർട്ടറി സിംറ്റംസ് ആയിരുന്നതാണ്. ഇൻഫ്രാപൊപ്പുലേറ്റൽ ആർട്ടറിയുടെ സിംറ്റംസിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഗ്ലൂട്ടിയൽ സിംറ്റംസും തൈ ക്ലോഡിക്കേഷനൊക്കെ വന്നേനെ. പിന്നെ ബൈലാറ്ററലാലിറ്റി വന്നത് രണ്ട് കാലിലും സിൻഡസ് വരാം. പൾസ് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് വെസൽ വാൾ തിക്കനിങ് വരാം. അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് അതറോസ്ക്ലോറോസിസ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു കേസിൽ അത് ഇൻഫ്രാപൊപ്പുലേറ്റലായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഡയഗ്നോസിസിനകത്ത് ത്രോംബോ ആൻജിന് സൊല്യൂട്ടൻസ്. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ പേപ്പർ വാസ്കുലർ ഡിസീസ് എന്ന് ബ്രോഡായിട്ട് ആദ്യം പറയണം. ഏത് കാലിലാണ് വന്നെന്ന് പറയണം, ഇപ്പോൾ കാലിൻ്റെ സ്റ്റേറ്റ് പറയണം. ഗാംഗ്രീൻ ഉണ്ട്, ക്രിട്ടിക്കലും ബിസ്കീമിയയിലാണ്, ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ കോമോഡിറ്റി ഉണ്ട്. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ ത്രോംബോ ആൻജിന് സൊബ്ലിറ്ററൻസ് ആണോ POV ഇത് അതറോസ്ക്ലോറോസിസ് ആണെന്ന് പിന്നെ അവർ ചോദിച്ചോളും. രണ്ട് രീതിയിൽ മാനേജ്മെന്റ് എടുക്കും. ഇതിന്റെ മാനേജ്മെന്റ് പറയണോ? ഓക്കെ. നമ്മൾ ഇതിനെങ്ങനെ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തെന്ന് പറയാമോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ. എന്തെങ്കിലും എനിക്ക് അറിയത്തില്ല, ഇത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്റെ മാനേജ്മെന്റ് പറയാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഡിസീസ് ബ്യൂഗോസ് ഡിസീസ് ആണ്. ത്രോംബോഅഞ്ചിന്റെ സൊബ്ലിറ്ററൻസ് ഇതൊരു നോൺ അതറോസ്ക്ലെറോട്ടിക് ഇൻഫ്ലമേറ്ററി വാസ്കുലോപ്പതി ഓഫ് സ്മാൾ ആൻഡ് മീഡിയം വെസൽ ആർട്ടറീസ് ആണ്. ഇറ്റ് ഇസ് അഫക്ട് ദ ആർട്ടറി വെയിൻ ആൻഡ് നെർവ്സ് ഓഫ് യങ് സ്മോക്കേഴ്സ് കോമൺലി ഇൻവോൾവിംഗ് ഇൻഫ്രാപൊപ്പുലേറ്റഡ് വെസൽസ്. പിന്നെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ക്ലോഡിക്കേഷൻ, റെസ്റ്റ് പെയിൻ, ഇസ്കീമിക് അൾസേഴ്സ്, ഗാംഗ്രീൻ ആയിട്ട് വരാം. അപ്പം ഒരേ ഒരു ഡിസീസ് മോഡിഫൈങ് തെറാപ്പി എന്താ? സ്മോക്കിംഗ് സെസേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റ് വിൽ ഗോ ടു ലിംബ് ത്രെട്ടനിങ് ഇസ്കീമിയ. അപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് നമ്മൾ ഹിസ്റ്ററി എടുത്തു. ഹിസ്റ്ററിയിൽ ഹെവി സ്മോക്കിംഗ്, ബീഡി, തുടങ്ങിയ കേസസ് ഉണ്ട്. എൻഗേജ് ആണ്, മെയിൽ പ്രിഡോമിനൻസ് ഉണ്ട്. അപ്പം അതാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. ഹെവി സ്മോക്കിംഗ് ഉണ്ട്, അതെല്ലാം പറയാം. മെയിലാണ്. ഇസ്കീമിക് സിംറ്റംസ് ഉണ്ടോ? നമ്മൾ ഇന്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ, റെസ്റ്റ് പെയിൻ, ഡിജിറ്റൽ ഇസ്കീമിയ, അൾസർ, ഗാംഗ്രീൻ. അപ്പർ ലിംബിൽ സിംറ്റംസ് ഉണ്ടോ? റെയ്നോഡ് സിംറ്റംസ് ഉണ്ടോ നോക്കണം. മൈഗ്രേറ്റഡ് സൂപ്പർഫിഷ്യൽ ത്രോംബോഫ്ലെബൈറ്റിസ്. ഈ പേഷ്യൻറ്റ് ഞങ്ങളെ കാലിൽ കാണിച്ചില്ലേ തിക്കൻഡ് വെയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തിക്കൻഡ് വെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ ബ്യൂക്കോസ് ഡിസീസ് എന്ന് പറയുന്നത്. തിക്കൻഡ് വെയിൻസ് ഉള്ളതാണ് ബ്ലൂക്കോസ് ഡിസീസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ത്രോംബോ ആൻജിയോട്ടിക് ഫിബ്രിലേഷൻ, ആർട്ടറിയും വെയിനും ഒരുമിച്ച് ഇൻഫ്ലേംഡ് ആയിട്ടുണ്ട്, നെർവ് ഇൻഫ്ലേംഡ് ആവും. എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡിജിറ്റൽ ഇസ്കീമിയ ഉണ്ട്, കോഡ് എക്സ്ട്രീമിറ്റി, റൂബർ ഡിപ്പെൻഡൻസ്, ലേഡ് ക്യാപിറ്റൽ, ലിസ്റ്റ് പൾസ്. ഇതെല്ലാം ആർട്ടറി ഒക്ലൂഷൻ്റെ ഫീച്ചേഴ്സ് ആണ്. പൾസ് എടുക്കുമ്പോഴത്തേക്ക് ഫെമറൽ ഒക്ലൂഷൻ്റെ തേർഡാണ്. ഇൻട്രാ പോയത് അപ്പർ ലിമിറ്റ് സൈഡിലായിട്ട് പൾസ് ചെയ്തിട്ട് നമ്മൾ കൈ നോക്കും. അപ്പോൾ അവിടെ റെഡ് കളർ ഇല്ലാണ്ടാവും. അതാണ് അലൻ ടെസ്റ്റ്. അപ്പം ഡിഫറെൻറ്റ് പെരിഫ്ലാറ്റിക് ഡിസീസ് ആണ്. ഡയബറ്റീസ് വരാം, വാസ്കുലൈറ്റിസ് വരാം, എംബോളിക് ഡിസീസ് വരാം, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ, ഹൈപ്പർ ഡിസീസ്. ഇതെല്ലാം ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ്. നമുക്ക് രണ്ട് ഒളിൻ ക്രൈറ്റീരിയ ഉണ്ട്, ഷിനോയ. നിങ്ങൾക്ക് ചോദിക്കുന്നത് ഷിയോനോയ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷിയോനോ എന്നൊരാളാണ്, ഒരു സർജനാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തത്. ത്രോംബോമാൻജിയോട്ടിക് ഫിബ്രിലേറ്റൻസ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ
ത്രോംബോഅഞ്ജനസ് ഒബ്ലിറ്ററസ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ബ്യൂഗർ ഡിസീസ് ഉണ്ടാവണമെങ്കിൽ 5 സാധനങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഇത് പേരൊക്കെ നമ്മൾ പുറത്തുള്ള ഡിസീസാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖമാണ് ബ്യൂഗേഴ്സ് ഡിസീസ്, POVD എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഡിബ്രൈഡ് ചെയ്യുന്ന ഈ ഒരു അസുഖമാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പോൾ സ്മോക്കിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് ലെസ് ദാൻ 50 ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്രാപബ്ലിക് ആർട്ടറി ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ കേസിലുള്ളത് തൊട്ട്. മൈഗ്രേറ്ററി ഫ്ലബൈറ്റസ് ഓർ ആം ഇൻവോൾവ്മെൻറ്റ് വരാം. ആബ്സെൻസ് ഓഫ് അതറോസ്ക്ലെറോട്ടിക് റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് കോൾഡ് ത്രോംബോഅഞ്ജനസ് ഒബ്ലിറ്ററൻസ്. ഇൻവെസ്റ്റിഗേഷൻ എന്താ ബേസിക് റൂട്ടീൻ എടുക്കുക, CBC, SR, CRP, ബ്ലഡ് ഷുഗർ, ലെഫ്റ്റ് പ്രൊഫൈൽ, റീനൽ ഫംഗ്ഷൻ, അതെല്ലാം നിങ്ങൾ എന്തായാലും എഴുതും. ഇമ്മ്യൂണോളജിക്കലായിട്ട് നമ്മൾ ത്രോംബോഫീലിയ വർക്കപ്പ് എടുക്കണം. ത്രോംബോഫീലിയ ഒന്നും ഇല്ല, ഇമ്മ്യൂണോളജിക്കൽ അസുഖമൊന്നുമില്ല, ANA, ANCA, ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡീസ്, പ്രോട്ടീൻ CX, ഹോമോസിസ്റ്റി. ഇപ്പോൾ ഒരു കോയഗുലോപ്പതി അല്ലെങ്കിൽ കോയഗുലേഷൻ ഡിസോർഡർ, ഹൈപ്പർ കോയഗുലോസിറ്റി റൂൾ ഔട്ട് ചെയ്യണം. വാസ്കുലർ അസസ്മെൻ്റ് ആയിട്ട് നമ്മൾ ആംഗിൾ ബ്രേക്കിൽ പൾസ് ഇൻഡെക്സ്, പ്രഷർ ഇൻഡെക്സ് നോക്കും, ABPI നോക്കും. ABPI നോക്കുമ്പോഴത്തേക്ക് നോർമൽ ABPI എത്ര നമ്മൾ പറയുന്നത് 0.9 to 1.3 അല്ലേ. അപ്പം ലെസ് ദാൻ 0.5 ഡിസീസ് ഉണ്ടെന്ന് പറയാം. ലെസ് ദാൻ 0.5 പൊട്ടിരിക്കും. ഓക്കെ, ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേഷൻ CT ആൻജിയോഗ്രഫി നമുക്ക് അണ്ടർ വിഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻജിയോഗ്രഫി ചെയ്യുമ്പോഴത്തേക്കും ഇത് നിൽക്കുന്നത് ഏറ്റവും ഇവിടെ ഫീച്ചർ സിഗ്മെന്റൽ ഡിസ്റ്റൽ ഒക്ലൂഷൻ പോലെ ഇങ്ങനെ കൊളാട്രൽസ് കൊളാട്രൽസ് ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി ഇൻഫ്രാപൊപ്പുലർ ഡിസീസ് ആണ്. ക്ലാസിഫിക്കേഷൻ പത്തോളജി എന്ന് പറഞ്ഞാൽ അതറോസ്ക്ലെറോസിന്റെ പാർട്ടികൾ ഒരുപാട് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ടൂണിക്ക മീഡിയ ക്ലിയറോസിസ് ഉണ്ട്. അപ്പോൾ ടൂണിക്ക മീഡിയ ഈസ് ബിക്കമിങ് വെരി മച്ച് തിക്കർ. അതുകൊണ്ടാണ് വെസൽ നാരുക. അപ്പം ഇവിടുത്തെ മെയിൻ പത്തോളജി ടൂണിക് പത്തോളജി. അതാണ് സെഗ്മെന്റൽ ഡിസ്റ്റൽ ഒക്ലൂഷൻ, ഡിസ്റ്റൽ ആർട്ടറീസ് ഒക്ലൂഡ് ഇവിടെ ഉണ്ടാകുന്ന കൊളാറ്ററൽസ്. ഇവരുടെ പ്രശ്നം അതറോസ്ക്ലെറോസിൽ ത്രോംബസ് വന്നിരിക്കുന്നത് നമുക്ക് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ത്രോംബസ് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടീരിയയുടെ റീപെർക്യൂഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ തിക്നെസ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിനിവിടെ ലംബാർ ഡിബ്രൈഡ്മെന്റ് മിനിമൽ കൺസർവേറ്റീവ് ഡിബ്രൈഡ്മെന്റ്, ഭയങ്കര ഇൻഫെക്ഷനെ കൊണ്ട് ചെറുതായ ഡിബ്രൈഡ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഡിബ്രൈഡ്മെന്റ് ചെയ്യുക ആംബുട്ടേഷൻ ചെയ്യുകയൊന്നും പോകരുത്. ലെറ്റ് ഇറ്റ് ഹീൽ ഓൺ ഇറ്റ് അല്ലെങ്കിൽ ഹീൽ ഒരേ ഒരു സർജറി നമ്മൾ ലംബാർ പറഞ്ഞു തിരിഞ്ഞു വേണം. രണ്ടാമത്തെ സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നത് എൻഡോസ്കോപ്പി വഴി നമുക്ക് എൻഡോപ്ലാസ്റ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതേ സ്ഥാനം ഈ ഇന്ത്യയുടെ അവർക്ക് വരുമ്പോൾ തുണിക്ക മീഡിയ ഭയങ്കര തിക്കായിട്ടിരിക്കില്ല. ആ നമുക്ക് പുതിയൊരു ലൂമൻ ഉണ്ടാക്കി തിരിച്ചു വരാൻ പറ്റും. അതാണ് സബ്മിനിമൽ എൻഡോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് മാത്രമേ സർജറി ആയിട്ടുള്ളൂ. മാനേജ്മെന്റ് ഏറ്റവും ആണ് ഏറ്റവും കൂടുതൽ എക്സാമിന് പറയണം. റിലീസ് ഡിസീസ് മോഡിഫൈങ് തെറാപ്പി, സ്മോക്ക്ലെസ് ടൊബാക്കോ, നിക്കോട്ടിൻ എല്ലാം പറയണം. വിത്തൗട്ട് ഈ സ്മോക്കിംഗ് സെസേഷൻ ഫെയിൽ ആർബോട്ടേഷൻ റിസ്ക് കൂടും. കൺസർവേറ്റീവ് മാനേജ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ കാല് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫുഡ് ഷുഡ് ബി കെപ്റ്റ് ഡ്രൈ, റോമ ഒന്നും വരാൻ പാടില്ല, ഫാം പ്രൊട്ടക്ഷൻ, പ്രോപ്പർ ഫുഡ് വേറെ കരുതണം. പെയിൻ മാനേജ്മെന്റ് ഒപ്പിയോയിഡ്, ന്യൂറോപ്പതിക് പെയിൻ ഏജൻസ് ഒക്കെ പെയിനിന് വേണ്ടി. ആന്റിപ്ലേറ്റ് തെറാപ്പി ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രലോ യൂസ് ചെയ്യും. ആസോഡിലൈറ്റിസ് പറഞ്ഞാൽ ഫിലാസ്റ്റിക് യൂസ് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ഇത് ബ്യൂഗോറിസ് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് സെസേഷൻ ഓഫ് സ്മോക്കിംഗ് പറയാം, ടൊബാക്കോ എല്ലാം പറയാം. ബ്ലഡ് തെറാപ്പി ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രലോ കൊടുക്കുക. ആസോഡിലൈറ്റിസ് കൊടുത്ത് കുറച്ച് സിംറ്റംസ് വരും. ഫിലാസ്റ്റസ് കൊടുക്കുക. അപ്പെൻഡോസിൽ റിയോളജിക്കൽ ഏജന്റ് RBC മോഡിഫൈ ഷേപ്പ് മോഡിഫൈ ചെയ്യുന്ന RBC ഡിഫൈൻ ഇൻഹിബിറ്റേഴ്സ്. എൻഡോവാസ്കുലർ തെറാപ്പി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, ടിബിയൽ ആൻജിയോപ്ലാസ്റ്റി, മീൻസ് സബ് ഇൻറ്റിമൽ റീകൺലൈസേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ബാക്കി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അതറോസ്ക്ലെറോസിസ് നമുക്ക് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. പക്ഷെ ഇവിടെ ത്രോംബസ് ഇല്ലല്ലോ. ഇവിടെ ടൂണിക്ക മീഡിയ സ്ക്ലെറോസ്ഡ് ആയിട്ടിരിക്കില്ലേ. അപ്പോൾ നമ്മൾ ഇൻറ്റിമയ്ക്ക് അകത്തുനിന്ന് പോയിട്ട് ഒരു കനാൽ ഉണ്ടാക്കണം, സബ് ഇൻറ്റിമൽ റീകൺലൈസേഷൻ, എന്നിട്ട് ഹ്യൂമൻ അതോട് തിരിച്ചെത്താൻ പറ്റും. പിന്നെ സർജറി ലംബാർ സിംബോട്ടമി ചെയ്യാം.
പിന്നെ ഡിസ്റ്റിൽ ബൈപ്പാസിന് റോളൊന്നുമില്ല. ഒമാൻഡൽ ട്രാൻസ്ഫർ പണ്ട് ചെയ്യുമായിരുന്നു, ഒമാൻഡൽ കുറച്ച് ഹീലാവുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്യാം. ആംഗ്രിയിൽ ഡ്രൈ ആംഗ്രിയിൽ വെയിറ്റ് ഫോർ ഡിമാർക്കേഷൻ ലൈൻ ടു ഫോം. പിന്നെ ടോ മാത്രം ടോ ഡിസ്ആർട്ടിബിലിറ്റി, ഒരിക്കലും ഹൈ ആംബുലേഷൻ ചെയ്യരുത്. വെറ്റ് ഗാംഗ്രീൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് ആംബുലേഷൻ ചെയ്യും. ഇൻഡിക്കേഷൻ ഫോർ മേജർ ആംബുലേഷൻ എക്സ്റ്റൻസീവ് ഗാംഗ്രീൻ ഉണ്ട്, അൺകൺട്രോൾഡ് ഇൻഫെക്ഷൻ ഉണ്ട്, ഫെയിൽഡ് റീവാസ്കുലൈസേഷൻ, അൺസാലബിലിറ്റി നമുക്ക് മേജർ ആംബുലേഷൻ. അപ്പോൾ എപ്പോഴും ഓർക്ക് നമ്മൾ കാലിങ്ങനെ കറുത്ത് വരുന്ന പേഷ്യൻസിന് ഗ്ലൂക്കോസ് ഡിസീസ് ടി എ ആയിട്ട് ത്രോംബോജൻ സോളിഡിസ് ഡയഗ്നോസ് ആക്കുകയാണെങ്കിൽ ഇൻഫ്രാപൊബിലിറ്റിയിലാണ് ഡിസീസ്, ഒരിക്കലും യു ഷുഡ് നോട്ട് ആംബുട്ടറി. ഇപ്പം ഈ ആംബുട്ടറി എന്ത് പറ്റും, അവർക്ക് ആ സ്ഥലത്ത് ഹീൽ ആവത്തില്ല. അതാണ് പല ആൾക്കാർ നമ്മൾ നാട്ടിൽ ഷുഗർ ഉള്ള ഒരു കാലം മുകളിൽ മുകളിലോട്ട് കയറിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പലരുടെ അസുഖം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആംബുട്ടറി നിങ്ങൾ ഹൗസ് സർജൻ ആകുമ്പോൾ പി ജി വണ്ടിയാവും സെക്രട്ടറി ജസ്റ്റ് ആംബുട്ടറി പോകാം. ആംബുട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നം വെച്ചാൽ അവർ ഡയഗ്നോസിസ് ആവാണ്ട് നമ്മൾ കിട്ടുന്നത് ഒരിക്കലും ഹീൽ ആവില്ല. പേഷ്യന്റിന്റെ പ്രശ്നമല്ല, ഡോക്ടറിന്റെ പ്രശ്നം. ഡോക്ടർ ഒരിക്കലും ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്ലൂക്കോസ് ഡിസീസ് ഓർ ടി എ don't amputate unless it is severely or septic. Let the medical management and endovascular management and complication continue. ലാസ്റ്റ് മാത്രമേ നമ്മൾ ആംബുട്ടേഷനെ കുറിച്ച് ചിന്തിക്കാവൂ. തന്നെത്താനെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തന്നെത്താനെ വിരലങ്ങളായി പോവും, കാല് മുറിച്ചു കഴിഞ്ഞാൽ കാല് ഒരിക്കലും ഹീൽ ആവത്തില്ല. അല്ലേ? അപ്പോൾ ഇതാണ് പോസ്റ്റർ, ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള പോസ്റ്ററാണ്. എൻഡോവാസ്കുലർ ഔട്ട്പുട്ട് പേപ്പറാണ്. അതിനകത്ത് ടി എനെ കുറിച്ചുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് because this is called one of the recruitment scheme center upper migratory typical distal criteria നമ്മൾ പറയുന്നത് ഷിയനോയ ക്രൈറ്റീരിയ ലെസ് ദാൻ 45 ഇയർ, പിന്നെ ടൊബാക്കോ യൂസ്, ഡിസ്റ്റൽ എക്സ്ട്രീമിറ്റി ഫീച്ചേഴ്സ്, എക്സ്ക്ലൂഷൻ ഓഫ് അതറോസ്ക്ലറോസിസ്. മനസ്സിലായി? അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ടൊബാക്കോ സെസേഷൻ, കൺസർവേറ്റീവ് മാനേജ്മെന്റ്, ഫുഡ് കെയർ, പെയിൻ മാനേജ്മെന്റ്, ആന്റിബയോട്ടിക് തെറാപ്പി, വാസ്കുലൈറ്റിസ് കൊടുക്കുക, റീവാസ്കുലൈസേഷൻ ചെയ്യാം. എൻഡോവാസ്കുലർ റീവാസ്കുലേഷൻ നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയാം സബ് ഇൻറ്റിമൽ റീകഗ്നൈസേഷൻ മാത്രമേ പറയാവൂ. സർജിക്കൽ ഓപ്ഷൻസ് നമുക്ക് കൂടെ പറയാനായി കൂടുതൽ സിമ്പതറ്റിക് യൂസ് ചെയ്യാണ്ട് പെയിൻ കുറയ്ക്കാൻ വേണ്ടി. ഒമാൻഡൽ ട്രാൻസ്ഫർ നമ്മൾ ഹിസ്റ്ററിയിൽ ടെസ്റ്റിലൊക്കെ പറയും. ഗാംഗ്രീൻ ഡൈഗ്രീൻ ആണെങ്കിൽ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ വരാൻ നോക്കണം. വെറ്റ് ഗാംഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ സ്റ്റഡി ആന്റിബയോട്ടിക്സ് കൊടുക്കണം. മേജർ ആംബുലേഷന് റോളൊന്നുമില്ല. പ്രാക്ടിക്കലി യങ് സ്മോക്കർക്ക് ഡിസ്റ്റൽ ഇസ്കീമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂക്കോട്ടിക് സസ്പെക്ട് ചെയ്യണം. ഡയബറ്റീസ്, വാസ്കുലൈറ്റിസ്, എംബോൾസ് ഉള്ളോട്ട് ഓപ്പറേറ്റ് എടുക്കണം. സി ടി ആൻജിയോഗ്രാഫി എടുത്ത് പ്ലാസ്റ്റിക് ഫ്ലെക്സിൽ കോർപ്പസ് സ്ക്രൂ കൊളാറ്ററൽ ഡിസ്റ്റൽ ഒക്ലൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കുക ഗ്ലൂക്കോട്ടിക്സ് ആണ്. സ്റ്റോപ്പ് ദി ടൊബാക്കോ. എന്നിട്ട് എൻഡോവാസ്കുലർ പ്രൊസീജിയർ ലൈക്ക് സബ് ഇൻറ്റിമൽ എൻഡോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. പറ്റത്തില്ലെങ്കിൽ കൺസർവേറ്റീവ് മൈനർ ആംബുട്ടേഷൻ ചെയ്യരുത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ചാർട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ബ്യൂഗസ് ഡിസീസിൽ? കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ചെയ്തിട്ട് ചാനലിൽ ഇട്ടേക്കാം, നിങ്ങൾ പിന്നെ കണ്ടു വയ്ക്കിയാൽ മതി. കണ്ടിട്ട് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അതായത് നമ്മുടെ കേസ് ആണ് ബ്യൂഗസ് ഡിസീസ്. ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർക്ക് വീഡിയോ ഒന്നും കാണാം. ഞാൻ ഇതായിരുന്നു കേസ് നമ്പറായിട്ട് പറഞ്ഞിരുന്നത്. 45 ജെന്റിൽമാൻ ആയിരുന്നു, സ്മോക്കിംഗ് ആൽക്കഹോളിക് ആയിരുന്നു, 4 months ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ റെസ്റ്റ് പെയിന്, പ്ലാക്ക് ഡിസ്കളേഷൻ, റൈറ്റ് ഫോർ ഫുട്ട് ഉണ്ട്. എക്സാമിൻ ചെയ്യുമ്പോൾ റൈറ്റ് ഡ്രൈ എങ്ങനെയാണ് റൈറ്റ് ഫോർ ഫുട്ടും, ഡിമാർക്കേഷൻ ഉണ്ട്. റൈറ്റ് ലോവർ ലെബിൽ ആൻറ്റിരിറ്റീബിൾ, പോസ്റ്ററിറ്റീബിൾ, ഡോർസാലിസ് പെഡിസ്, പൾസസ് ഒന്നും കിട്ടുന്നില്ല. ബാക്കിയെല്ലാം കിട്ടുന്നു. അപ്പോൾ ഒരു ഇൻഫ്രാപൊബിലിറ്റി ഡിസീസ് ആയിട്ടുള്ള ഗാംഗ്രീൻ ആണ് നമ്മുടെ കേസ്. ഇതാണ് നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന എന്ത് കേസ്, ബ്യൂഗസ് ഡിസീസ്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും, നമുക്ക് സെഷൻ ചെയ്യാം.